മറ്റൊരു വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നത് 1000 കോടിയുടെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ ബുദ്ധി കേന്ദ്രം മലയാളികളെന്നാണ് വിവരം. പിടിയിലായ ഉമേഷ്, ഫിർദോസ് എന്നിവരുടെ മൊഴിയിൽ കൂടുതൽ മലയാളികളുടെ പങ്ക് വ്യക്തമാകുന്നു. 30,000 കിലോ വരുന്ന 12 കോടി ട്രാമഡോൾ ഹൈഡ്രോക്ലോറൈഡ് ഗുളികകളാണ് പ്രതികൾ കടത്താൻ ശ്രമിച്ചത്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ഗുരുതരമാണ് കണ്ടെത്തൽ. തീർച്ചയായിട്ടും ചെയ്തു. അതായത് ഫൈറ്റർ ഡ്രഗാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. നിയന്ത്രിത വേദന സംഹാരിയായിട്ടുള്ള ട്രാമഡോ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഗുളിക. സാധാരണ ഇതൊരു നിയന്ത്രിത വേദന സംഹാരിയാണ്. ഇത്രയധികം ഗുളിക നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ 30,000 കിലോ 12 കോടിയോളം ഗുളികയാണ് ലിബിയയിലേക്കാണ് കടത്താൻ ശ്രമിച്ചത്. ഇത് ഈ സംഘർഷ ബാധിത പ്രദേശങ്ങളിലൊക്കെ ഒരു വേദന സംഹാരിയായും ഒപ്പം തന്നെ ലഹരി മരുന്നായും ഉപയോഗിക്കുന്ന ഒരു ഗുളികയാണ് ഇപ്പോൾ കടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതിന് പിറകിൽ പ്രവർത്തിച്ച ആളുകളാകട്ടെ മലയാളികൾ എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന 2 പേര്, ഒന്ന് ഉമേഷ്, മറ്റൊരാൾ മലപ്പുറം സ്വദേശി. അങ്ങനെ 2 പേരും പിടിയിലായി കഴിഞ്ഞപ്പോൾ ഒരാൾ തിരുവനന്തപുരംകാരനാണ്, ഒരാൾ മലപ്പുറം സ്വദേശിയാണ്. അങ്ങനെ 2 പേരും പിടിയിലായി കഴിഞ്ഞപ്പോൾ ഈ സ്വാഭാവികമായും ഈ ആളുകൾ മലയാളികളാണ്. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ മലയാളികൾക്ക് ഇതിൽ പങ്കുള്ളതായി മനസ്സിലാവുന്നത്. ദില്ലിയിൽ നിന്നുമാണ് ഇത് പിടിച്ചെടുത്തിരിക്കുന്നത്, ഈ ഗുളിക പിടിച്ചെടുത്തിരിക്കുന്നത്. സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്കിന്റെ പരിശോധനയായ ഓപ്പറേഷൻ വജ്രയിലൂടെ നടത്തിയ പരിശോധനയിലാണ് ഈ ഗുളിക പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഇത് വലിയ രീതിയിലുള്ള ലഹരിക്കടത്ത് സംഘങ്ങളുടെ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ആളുകൾ. കൂടുതൽ മലയാളികൾ ഇതിലുണ്ട്. ഇതിന്റെ ബുദ്ധികേന്ദ്രം മലയാളികളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പിടിച്ചെടുത്ത ഡ്രഗിന്റെ വിലയാകട്ടെ 1000 കോടിയിലധികം രൂപ വിലമതിക്കുമെന്നുള്ളതാണ്. എന്തായാലും ശക്തമായ ഒരു ശൃംഖലയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സേതു. ഓക്കെ, ശരി സഹിൻ, ശരി. വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് ഇത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ അതിൽ മലയാളികൾക്ക് പങ്ക് എന്നത് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ബുദ്ധി കേന്ദ്രം തന്നെ മലയാളികളാണ് എന്നുള്ള കണ്ടെത്തൽ അത് അതീവ ഗുരുതരമാണ്.